ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന ലോകത്തോളം വിശാലമായ മാനവിക ദർശനം മുന്നോട്ട് വെച്ച മഹാഗുരു മതജാതി ഭേദമില്ലാതെ എല്ലാവർക്കും അംഗങ്ങളാകാൻ കഴിയുന്ന തരത്തിൽ ഒന്നേകാൽ നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം രൂപം നൽകിയ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അഥവാ SNDP. കേരള നവോത്ഥാന വഴിയിൽ വിളക്കുമരമായി നിന്ന സംഘടന. ഈ സംഘടനയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി തലപ്പത്തുള്ളത് വെള്ളാപ്പള്ളി നടേശനാണ്. ഗുരുദർശനം ജീവിതത്തിൽ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്നോ അദ്ദേഹം മതാതീത മാനവികത ഉയർത്തിപ്പിടിക്കുമെന്നോ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ സ്ഥാനത്തിരിക്കുന്നയാൾ കുറഞ്ഞ പക്ഷം വർഗീയത പറയരുത് എന്നെങ്കിലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയ്ക്കെതിരെ പല തവണയാണ് വെള്ളാപ്പള്ളി വിവാദ പരാമർശങ്ങൾ നടത്തിയത്. മലപ്പുറം പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. മറ്റു സമുദായങ്ങൾക്ക് സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. ഇന്നലെ നടത്തിയ ന്യൂസ് 18 അഭിമുഖത്തിലും ഈ പ്രസ്താവനകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്നു മാത്രമല്ല, ഒപ്പം മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്നാൽ തനിക്ക് തൂങ്ങിച്ചാകേണ്ടി വരും എന്ന് കടത്തിപ്പറയുകയും ചെയ്തു. ഇതേ വെള്ളാപ്പള്ളിയാണ് കേരള സർക്കാരിൻ്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ. ഇതര മതത്തിൽപ്പെട്ടവരെയും സഹോദരങ്ങളായി കാണുന്ന മനുഷ്യർ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ തള്ളിക്കളയുമ്പോൾ അതിൽ ന്യായവും യുക്തിയും കണ്ടെത്തി അതിനെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട്.